ഞാനിന്ന് എത്തിയത് ഇന്നലെ നമ്മൾ എരുമേലിയിൽ നിന്ന് നടന്ന് മുക്കുഴി വരെ എത്തിയിട്ടോ. അത്രയും ദൂരം നടന്ന എഴുത കയറ്റൊക്കെ കയറി എഴുതയിലൊക്കെ മുങ്ങി കുളിച്ച് നമ്മൾ എത്തി മുക്കുഴിയിൽ ഹാൾട്ട് ചെയ്ത്. ഇന്ന് മുക്കുഴിയിൽ നിന്ന് നമ്മൾ പമ്പ വരെയുള്ള കാഴ്ചയാണ്. മുക്കുഴിയിൽ രാവിലെ 7 മണിക്കാണ് ഇവിടെ നമുക്ക് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കി തരിക. ഇവിടുന്ന് നന്നായിട്ട് നമ്മളെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഈ വനത്തിലേക്ക് വിടുള്ളൂ കേട്ടോ. ഇതിലാണ് കേട്ടോ കരിമലയൊക്കെ വരിക. നമുക്കിനി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എഴുത കയറ്റമായിരുന്നു നമുക്ക് ഏറ്റവും വലിയ ടാസ്ക്കായിട്ട് വന്നത്. ഇനി നമുക്ക് ഇതിലെന്ന് പറയുന്നത് കരിമല കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, പിന്നെ ചെറിയാനവട്ടം, വലിയാനവട്ടം. അവിടം വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സേഫാണ് കേട്ടോ. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. സൂര്യൻ കണ്ടോ, എത്ര വലിയ ഉദിച്ച് നിന്നാലും കാട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നില്ല. അത്രയ്ക്കും ഇതാണ്ടല്ലേ ലൈറ്റിങ് വരുന്നത്, നമ്മൾ ലൈറ്റൊക്കെ ഇട്ട മാതിരി അത്രയും ചെടിയും മരങ്ങളൊക്കെ ഉള്ളിൽ കൂടെയാണ് സൂര്യൻ ഉദിച്ച് നമ്മളൊക്കെ എത്തുന്നത്. അതിനെക്കൊണ്ട് കുറേയൊക്കെ നമുക്ക് സുഖം ഉണ്ടായിരുന്നു കേട്ടോ നടക്കാൻ. അങ്ങനെ നമ്മളിത് അങ്ങനെ ഇടതൂർന്ന കാടിനെ നടുക്ക് കൂടെ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു വലിയൊരു മരം വീണ് നടക്കുന്നത് കണ്ട് അത് മുറിച്ചിട്ട് നമുക്കൊരു പാസേജ് മാത്രം ആക്കി തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുതുശ്ശേരി താവളത്തിലെത്തിയിട്ടോ. ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്ററും കൂടെ കഴിഞ്ഞാൽ കരിമല സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ കുറച്ച് വിശ്രമിച്ചിട്ട് പിന്നെ നമുക്ക് മുന്നോട്ട് തന്നെ നടക്കണം. ഇവിടെ ഒരു ചെറിയൊരു റിവർ ക്രോസ് ഉണ്ട് കേട്ടോ. എത്ര പ്ലാസ്റ്റിക് കൊണ്ടുവരരുതെന്ന് പറഞ്ഞാലും വിദഗ്ധമായിട്ട് കൊണ്ടുവരുന്നവരൊക്കെ ഈ കാട്ടിൽ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റുകാർ തന്നെ നീക്കം ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെയാണ് നമുക്ക് കരിമല കയറ്റം സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇതൊരു വല്ലാത്തൊരു കഠിനം തന്നെയാണ് കേട്ടോ. കുറേ ഒന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല, ഞാൻ തന്നെ സൈഡായിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്കൊന്നും ഈ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും കരിമല വഴിക്കൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇത് കാണേണ്ടവരൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. അങ്ങനെ എങ്ങനെയൊക്കെ സൈഡായി നമ്മൾ ഈ കരിമല കയറ്റം കയറി കഴിഞ്ഞിട്ടോ. ഇനി നമുക്കിവിടെ ഒരു തേങ്ങ ഉടയ്ക്കാണ്ട് ആ തേങ്ങ ഉടച്ചിട്ടാണ് ഇനി നമുക്ക് മുന്നോട്ടുള്ള യാത്ര. ഇവിടെയും ചെറിയൊരു താവളമുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് കരിമല ഇറക്കം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതപ്പോൾ കാണാം. നമ്മൾ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ഇതാ ഇറക്കത്തിലേക്കുള്ള പോക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചില വഴികളൊക്കെ തീരെ ചെറിയ വഴികളായിരിക്കും. അതിന് നമുക്ക് അവിടെ സൈഡിൽ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഭയങ്കര വഴുക്കലും കാര്യവും വേരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇറക്കമൊക്കെ നമ്മൾ അത്രയും സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. ചില വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം എത്തി നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു കരിക്ക് വാങ്ങി കുടിക്കുമ്പോൾ ഉണ്ടല്ലോ സ്വർഗ്ഗം കിട്ടും. പക്ഷേ 70 രൂപയാണ് ഒരു കരിക്കിന് കേട്ടോ. അങ്ങനെ നമുക്ക് അതിൻ്റെ കാമ്പൊക്കെ ഒരു കെട്ടിത്തരും. അങ്ങനെ അതും കുടിച്ച് ഇനി നമുക്ക് ഏകദേശമൊക്കെ എത്താനായിട്ടുണ്ട് ഇനി പമ്പയിലേക്ക്. അപ്പോൾ ഒരു സമാധാനമായിട്ടുണ്ട്. കാരണം നമുക്ക് ഇനി പെട്ടെന്ന് പമ്പയിലെത്തി പിന്നെ അവിടുന്ന് സ്നാനമൊക്കെ ചെയ്ത് നമുക്ക് ഇനി നേരെ നീലിമല ചവിട്ടിയാൽ മതിയല്ലോ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സൈഡ് കാണുന്നതൊക്കെ പമ്പ നദിയാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ചുറ്റി ചുറ്റി കറങ്ങിയിട്ടാണ് നമ്മൾ എത്തുക. അപ്പോൾ ഏകദേശം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കയറ്റവും കയറി കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ നമ്മൾ പമ്പയിലെത്തും. നല്ല വെയിലാട്ടോ. നമ്മൾ കാട് ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാലോ വെയിൽ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ അവസാനം നമ്മളെ പമ്പേൻ്റെ എത്തിയിട്ടോ. ഇനി സ്വർഗം കിട്ടിയ മാതിരിയാണ്. ഇത്രയും ദൂരം നമ്മൾ നടന്ന് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിയല്ലോ, ഒരു 3/4 ഭാഗം എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര